ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ചയാണ്. അപ്പോൾ എന്താണ് പരിപാടി? അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ സൺഡേ ഫണ്ടേ ബിരിയാണി വെക്കാനുള്ള പ്ലാനിലാണ്. വീണാച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി. സ്പെഷ്യൽ ബിരിയാണി ഒന്നുമല്ല, ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമായിട്ടാണ് ബിരിയാണി വെക്കുന്നത്. എന്തോ അപ്പോൾ ചിക്കൻ ഇവിടെ മസാലയൊക്കെ പുരട്ടി വെക്കട്ടെ, അരിയൊക്കെ കഴുകാം അല്ലേ? ഓക്കെ, യെസ് കഴിക്കാം. അപ്പോൾ നമുക്ക് അരി കഴുകാം. 30 minutes. വെക്കണമെന്നില്ല, 1 മണിക്കൂർ അരി വെച്ചാൽ മതി. പിന്നെ അത്ര തണുപ്പ് ഇതാവും. നമുക്ക് ഗ്രേവി സെറ്റ് ചെയ്യാനുള്ളതുണ്ട്, പിന്നെ ഫ്രൈ ചെയ്യാനുള്ളതുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സവാള എടുത്ത് വെച്ചേക്കുന്നത്. ഇത്ര സവാള കാണുമ്പോൾ എല്ലാവരും വിചാരിക്കരുത് ഇതെന്താ സവാളക്കറിയോ? എത്രണ്ണമുണ്ട്? ഞാൻ 8 സവാള എടുക്കാനാണ് പറഞ്ഞത്. അമ്മ എക്സ്ട്രാ എടുത്തു. നമ്മൾ എടുത്ത ആവശ്യത്തിന് യൂസ് ചെയ്താൽ. ചോട്ടാസ് വെളിയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അച്ചാമ്മ അവരുടെ കൂടെ അവിടുന്ന് ഒരു വിളി വരുന്നുണ്ട്, അതുകൊണ്ട് ക്യാമറ ഇടയ്ക്ക് കട്ടാവും. ഞാൻ അങ്ങോട്ട് ഗൈസ്, നെയ്യ്, പാട്ട, നാരങ്ങ, ഏലക്ക, പൈനാപ്പിൾ എസൻസ്, പെരുംജീരകം, ഗ്രാമ്പു, ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ പരിപ്പ്, മുന്തിരിങ്ങ, ഇത് ചിക്കനല്ലേ? ഗ്രേവിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. വെള്ളം എന്തിനാ? ഗ്രേവിയിൽ ചേർക്കാൻ. തീ കത്തിച്ചേക്കോ ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കനും ഇട്ടു, മുട്ട വിഴുങ്ങാനിട്ടു, അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്രേവി സെറ്റായിട്ട് ചിക്കൻ വെക്കുമ്പോഴത്തേക്ക് അരി എടുത്തിലേക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഇനി ഇത് സെറ്റായി കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി പുതിനയിലയൊക്കെ ഇട്ട്, പിന്നെ അരി കോരി ഇതിനകത്ത് ഇട്ട്, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കിസ്മിസ്, കാഷ്യൂ, പിന്നെ ഫുഡ് കളർ, ലേശം നെയ്യ് അടച്ചു വെക്കുന്നു. ദം കൊടുത്താൽ സംഭവം റെഡി. ഗൈസ്, അങ്ങനെ നമ്മൾ ദമ്മിടാൻ പോവാണ്. ഗ്രേവി ഒരു ഇതായി, റൈസ് ഇട്ടു, മുട്ട. അപ്പോൾ ഇതാണ്ട് അടുത്ത് കാഷ്യൂ ഇടുകയാണ്. കിസ്മിസ്, അടുത്ത നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഓൾറെഡി നമ്മൾ എല്ലാത്തിനും നേരിടുന്നുണ്ട്, അധികം ഞാൻ ഇടുന്നില്ല, ജസ്റ്റ് തൊട്ടില്ല. ഇനി നമുക്ക് ഫുഡ് കളർ കൂടെ അടി. ഫുഡ് കളർ വാനില അതിനകത്ത് ചേർക്കത്തില്ലല്ലോ, സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ചിലവർ ബിരിയാണിയിൽ പൈനാപ്പിൾ ആഡ് ചെയ്യും. നമ്മൾ പൈനാപ്പിൾ എസൻസ് ശേഷം ഒഴിച്ചു കൊടുക്കും.
വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പെട്ടെന്ന് നമ്മൾ കുറച്ച് നേരം ആ കലം ഒക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ദമ്മിടാൻ വെച്ചു. കൈ എന്റെ കൈ കൊണ്ട് ഒന്ന് കീറിയതാണ് വെച്ച്. ഗൈസ് അങ്ങനെ ദമ്മ് അച്ചാച്ചനെ വിശക്കുന്നു നമ്മൾ വിചാരിച്ചത് കുറച്ച് നേരത്തെ എടുത്തു. അതാണ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള വീഡിയോ. അപ്പം നമ്മുടെ സൺഡേ ഫണ്ട് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ ഫുഡൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ഹെവി ആയിരുന്നു. അപ്പം എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മെല്ലെ നമ്മുടെ ഈവനിങ് റൊട്ടീനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ചോട്ടാസിനെ കുളിപ്പിക്കണം, ആൾമാർക്കുള്ള ഫുഡ് റെഡിയാക്കണം, പിന്നെ ഞങ്ങൾക്ക് ഫ്രഷ് ആവണം. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു സൺഡേ സ്പെഷ്യൽ വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലുട്ടാ വരൂ, നമുക്കൊരു സൈൻ ഓഫ് വീഡിയോ പറയാം. ഓടി വരൂ. അല്ലുക്കുട്ടൻ ഓടി വരികയാണ്, ഓടി വരികയാണ്. ആ എടുത്തു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പിന്നെ മണ്ണിക്കളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. ബൈ.